ഇത് ഞാനിത് എവിടെ നിന്ന് ഞാൻ രാജിവെക്കാൻ പോകെ. എന്തിന്? അടിച്ചു മാറ്റുമ്പോ ഓർക്കണം. അല്ലെ രാജിവെക്കാൻ പോയിട്ട് കാര്യമില്ല. എന്തടിച്ചു മാറ്റിയെന്നാ പറഞ്ഞത്? അമ്പലം പണി എന്ന് പറഞ്ഞ് 10-16 വർഷമായില്ല ആൾക്കാർ എടുക്കുന്ന കാശ് പിരിക്കാൻ തുടങ്ങിട്ട്. അമ്പലം ഒരു വീട് ഞാൻ പണിതില്ല. ആ വീട് പണിത് നീ ഒരു പ്രതിഷ്ഠയുടെ കുറവുള്ള കയറി ഇരുന്നൂടെ അങ്ങോട്ട്. കഷ്ടമാണ്, എനിക്ക് പറ്റൂല കേട്ടോ ഇത്. ആകെപ്പാട് വെറുതെ ഇത് 1000 രൂപയുടെ കുറവ് ഇപ്പൊ വേറെ കാണിക്കണം. ഇതൊക്കെ ഞാൻ എവിടെ കൊണ്ട് എഴുതുമെന്ന് ഈ പറഞ്ഞത്? അത് ചെറിയ കേസുണ്ട്. എന്താ കേസ്? എന്താണ്? ആരോടും പറയാൻ നിൽക്കണ്ട. എന്റെ ഭാര്യ അന്നൊക്കെ ഞാനൊരു സാരി മേടിച്ചു കൊടുത്തായിരുന്നു. ഇവിടുന്ന് 1000 രൂപ എടുത്തിട്ട്. ഞാനത് എന്ത് കണക്കിൽ എഴുതുപ്പത്? അന്നദാനത്തിൽ കൂട്ടിക്കൊടുത്തു. അന്നദാനത്തിൽ എഴുതി വെച്ചോ? അന്നക്ക് കൊടുത്തതല്ലേ. അങ്ങനെ കാര്യം ചെയ്യണം. എന്റെ ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണേ മംഗല്യം പല പല പ്രശ്നങ്ങൾ കാരണം മുടങ്ങിപ്പോവുകയാണ്. മംഗല്യം നടക്കണില്ല. അത് ഞാനെന്ത് വേണം? അപ്പൊ ഇതിന്ന് കുറച്ച് കാശെടുത്ത് അനിയത്തിയുടെ മംഗല്യം നടത്തിക്കൊള്ളാന്ന് എനിക്ക്. അപ്പൊ ഞാൻ കാശെടുത്താൽ എനിക്ക് വലിയ വരാതെ ഇപ്പൊ ഉള്ളു. ഇപ്പൊ തനിക്ക് കാശെടുക്കാം. അത് ഏത് കണക്കിക്കൊള്ളിക്കും? അഷ്ടമംഗല്യ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടാണ്. എന്തെങ്കിലുമൊക്കെ കാണിച്ചു പോയി. നമ്മൾ വരവ് ചെലവ് സാ കാ കാക്ക എല്ലാം ഒപ്പായിരിക്കണം, അത്രേ ഉള്ളൂ. നോട്ടീസ് അടിച്ച് പ്രസിദ്ധീകരിക്കുമ്പോ വേറെ ഒരു പ്രശ്നവും. നമ്മൾ ടെക്നിക്ക് നമുക്കറിയാലോ. വരവ് സാ ചെലവ് സാ കാ. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു കാര്യം ചോദിക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 101 കഥന വെടിയെ പറഞ്ഞിരുന്നുള്ളൂ. 102 വെടി ഇവിടെ പൊട്ടിയായിരുന്നു. 101 പൊട്ടിയുള്ളൂ. 101 പൊട്ടിയുള്ളൂ. ഇഷ്ടം ഞങ്ങളൊന്നും ചെവി ഇല്ലാണ്ടിരിക്കുകയല്ല. താൻ പ്രസിഡന്റ് ആണെന്ന് ഞാൻ നോക്കൂല കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞു, 102 കഥന വെടി പൊട്ടിയായിരുന്നു. എന്റെ സെക്രട്ടറി 102ാമത്തെ കഥന വെടിയല്ല, അപ്പുറത്തെ ലോറിയുടെ ടയർ പൊട്ടിയതാണത്. ആ ഒച്ചയാണത്. ഇത്ര പരിപാടി അടിച്ചു കലക്കണം. പരിപാടി സൂപ്പറായിരിക്കണം. എന്തൊക്കെ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യണം? എന്റെ മകന്റെ ഒരു ഫാൻസി ഡ്രസ് വേണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം എന്റെ മകനെ നിങ്ങൾ അധിക്ഷേപിച്ചു. എന്റെ മകൻ കാട്ടാളുടെ വേഷവും കൊണ്ട് സ്റ്റേജിൽ വന്നിട്ട് നിങ്ങളൊന്ന് മൈൻഡ് ചെയ്യുകയോ ഒരു സമ്മാനം കൊടുക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് അവന് ഇത്തവണ അവസരം കൊടുക്കണം. അതെ, അതൊക്കെ പോട്ടെ. അമ്പലത്തിലെ ഉത്സവം അടിച്ചു പൊളിക്കണം. നല്ല പ്രോഗ്രാം വെക്കണം. എന്ത് വെക്കും? നമുക്ക് ബാല വെക്കാം. ബാല വെക്കേണ്ട ഒരു കോമഡി ഷോ വെക്കാം. കോമഡി ഷോ ബാല വെച്ചാൽ മതി. എടോ കോമഡി ഷോ വെക്കാം. അതാകുമ്പോൾ ആൾക്കാർക്ക് ചിരിക്കാനും രസിക്കാനൊക്കെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും. എന്ത് ചിരിക്കണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കോമഡി ഷോ വെച്ചിട്ട് ആൾക്കാരെല്ലാരും ഭയങ്കര ബോറ് പരിപാടിയെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി. ശരി, ബാല എന്തായാലും വേണ്ട. ബാല വേണ്ട, കോമഡി ഷോ വെക്കാം. നടക്കൂല. ബാല എന്താണ് നിങ്ങളുടെ പ്രശ്നം? ചേട്ടാ ഒന്നും പറയണ്ട. അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പൊ ഇങ്ങനെ പറയണ ബാല വെക്കണമെന്ന്. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് കോമഡി ഷോ വെക്കാണ്. കോമഡി ഷോ വെക്കാന്ന്. അതെ, കോമഡി ഷോ ഭയങ്കര ബോറാണ്. ഒരാളും കാണണില്ല ഇപ്പൊ. ആരാണ് പറഞ്ഞത് ബോറെന്ന്? ഈ പഴയ ഐറ്റം തന്നെ പുതിയ ഐറ്റം ഒന്നും പറഞ്ഞ് എടുത്തിട്ട് കാണിക്കണം. അതുകൊണ്ടാ പറഞ്ഞത്. എടോ, പഴയത് അവതരിപ്പിക്കുന്നു, പുതിയത് അവതരിപ്പിക്കുന്നു എന്നുള്ളതല്ല വിഷയം. എത്രയോ മലയാള സിനിമകൾ മുമ്പ് വന്ന സിനിമകൾ വീണ്ടും വന്നിരിക്കുന്നു. എത്രയോ മലയാള സിനിമകളിലെ പഴയ ഗാനങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു. എന്ത് അവതരിപ്പിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം, എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ കോമഡി ടച്ചുള്ള എന്ത് അവതരിപ്പിക്കുമ്പോഴും അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാ. കോമഡി എന്നാൽ അറിയൂ വെറുമൊരു കോപ്രായക്കളിയല്ലെന്ന്. അതു ജനകോടികളുടെ ആയുസ് കൂട്ടാനുള്ള മരുന്നല്ലോ. കോമഡി എന്നാൽ അറിയൂ വെറുമൊരു കോപ്രായക്കളിയല്ലെന്ന്. അതു ജനകോടികളുടെ ആയുസ് കൂട്ടാനുള്ള മരുന്നല്ലോ. കോമഡി എന്നാൽ അറിയൂ വെറുമൊരു കോപ്രായക്കളിയല്ലെന്ന്. മിമിക്രി എന്നാൽ ഇന്നു ജനങ്ങൾ മനസ്സിലേറ്റിയ കലയല്ലോ. നാട്ടിൽ നടക്കും തിന്മയ്ക്കെതിരായുള്ളൊരു മറുപടിയാ. മിമിക്രി എന്നാൽ തിന്മയ്ക്കെതിരായുള്ളൊരു മറുപടിയാ. നാട്ടിലൊരുത്തൻ അഴിമതി കാറ്റിയാൽ അതിനൊരു മറുപടി ഉടനടി നൽകും. ആക്ഷേപിച്ചൊരു മിമിക്രി കാട്ടി അവനെ ഒതുക്കിയതൊരു കർമ്മം. മിമിക്രി എന്നൊരു കലയുടെ ധർമ്മം തിന്മയ്ക്കെതിരാ